വിശ്വാസ വഴിയിൽ 2 സഹസ്രാബ്ദങ്ങൾ പിന്നോട്ടു പോയാൽ മാർത്തോമാ നസ്രാണികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്നത്തെ സീറോ മലബാർ കത്തോലിക്ക സമൂഹത്തിന്റെ ആരംഭം കണ്ടെത്താൻ കഴിയും. AD 52 കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങിയ തോമാ ശ്ലീഹയാണ് ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിന് അടിത്തറ പാകിയത്. കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ച് വിവിധയിടങ്ങളിൽ വിശ്വാസ സമൂഹങ്ങൾക്ക് രൂപം നൽകിയ ശ്ലീഹ തുടർന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നു. സുവിശേഷ പ്രഘോഷണത്തിൽ വ്യാപൃതനായിരുന്ന കാലയളവിൽ AD 72 ജൂലൈ 3 പറങ്കിമല എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ സെയിന്റ് തോമസ് മൗണ്ടിൽ വെച്ച് അദ്ദേഹം കുന്തത്തിനിരയായി രക്തസാക്ഷിത്വം വരിക്കുകയും തുടർന്ന് മൈലാപ്പൂരിൽ സംസ്കരിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. 2 പതിറ്റാണ്ടുകാലം ഭാരതത്തിൽ വിശ്വാസ പ്രഘോഷണം നടത്തി ഒടുവിൽ സ്വന്തം രക്തം കൊണ്ട് ആ വിശ്വാസം സ്ഥിരീകരിക്കുകയും ചെയ്ത തോമാ ശ്ലീഹായാണ് മാർത്തോമാ നസ്രാണികൾക്ക് വിശ്വാസം പകർന്നു നൽകിയത്. ആ വിശ്വാസവും പാരമ്പര്യവും AD 52 കൊടുങ്ങല്ലൂർ ആരംഭിച്ച് ഇന്ന് ശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ച മണ്ണിൽ സ്ഥാപിക്കപ്പെട്ട ഹൊസൂർ രൂപതയിൽ എത്തി നിൽക്കുന്നു. തങ്ങളുടെ വിശ്വാസ വീഥിയിൽ 2 സഹസ്രാബ്ദങ്ങൾ യാത്ര ചെയ്ത മാർത്തോമാ നസ്രാണികൾ അഥവാ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പാരമ്പര്യം പേറുന്നവർ ഇന്ന് ഈ ആധുനിക ലോകത്തിന് മുന്നിൽ തീക്ഷ്ണമായ വിശ്വാസ സാക്ഷ്യമായി നിലകൊള്ളുന്നു. ആദ്യ നൂറ്റാണ്ടിൽ ചെറു സമൂഹങ്ങളായി രൂപം കൊള്ളുകയും പിന്നീട് ക്രമേണ വളരുകയും ചെയ്ത മാർത്തോമാ കത്തോലിക്കർ പിൽക്കാലത്തെ ലത്തീൻ മിഷണറിമാരുടെ വരവോടെ ഏറെക്കാലം വിദേശ മെത്രാന്മാരുടെ കീഴിൽ തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ജീവിച്ചു. പിന്നീട് സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിതമായി. സീറോ മലബാർ ഹൈറാർക്കി രൂപം കൊടുത്ത അവസരത്തിൽ പമ്പയ്ക്കും ഭാരതപ്പുഴയ്ക്കും പുറത്തേക്ക് അജപാലന ശുശ്രൂഷയ്ക്ക് അധികാരമില്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളത് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യം മാറ്റിക്കൊണ്ട് പമ്പയ്ക്കും ഭാരതപ്പുഴയ്ക്കും പുറമെ പല രൂപതകൾ രൂപം കൊണ്ടെങ്കിലും ഇന്ത്യ മുഴുവൻ അജപാലന ശുശ്രൂഷയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് 2017 ഒക്ടോബർ 9 കൽപ്പന പുറപ്പെടുവിച്ചത് ഹോസൂർ, ഷംഷാബാദ് രൂപതകൾ സ്ഥാപിച്ചുകൊണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ രക്തം വീണ മണ്ണിൽ ഒരു രൂപത സ്ഥാപിക്കപ്പെട്ടത് സീറോ മലബാർ സഭയുടെ വളർച്ചയിൽ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. തങ്ങൾക്ക് വിശ്വാസം പകർന്നു നൽകിയ അപ്പോസ്തോലൻ തന്റെ വിശ്വാസം രക്തം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന് ലോകത്തിന് സാക്ഷ്യം നൽകുവാൻ സീറോ മലബാർ കത്തോലിക്ക സമൂഹത്തിന് അതോടെ അവസരമായി. ഈ ഹോസൂർ രൂപതയ്ക്ക് വലിയ ഉത്തരവാദിത്തമാണ് മാർപ്പാപ്പ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം തോമാസ് ശ്ലീഹായുടെ രക്തം വീണ മണ്ണിൽ നിലകൊള്ളുന്ന സീറോ മലബാർ മക്കള്, തോമാസ് ശ്ലീഹായുടെ മക്കള്, തോമാസ് ശ്ലീഹായിലൂടെ ലഭിച്ച വിശ്വാസ പൈതൃകം കാത്തു സൂക്ഷിക്കണമെന്നും ജീവിക്കണമെന്നും വരും തലമുറയ്ക്ക് കൈമാറണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ എഴുത്തുവഴിയായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹോസൂർ രൂപതയിലെ എല്ലാ വിശ്വാസികളും തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പൈതൃകം കാത്തു സൂക്ഷിക്കാനും വരും തലമുറയ്ക്ക് കൈമാറാനും കടപ്പെട്ടവരാണ്. 1980-കൾ മുതൽ ഇരിങ്ങാലക്കുട രൂപതയിൽ ഭരമേൽപ്പിക്കപ്പെട്ട ചെന്നൈ മിഷൻ 34 വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിലാണ് വളർന്ന് ഒരു രൂപതയായി മാറിയത്. ആ രൂപതയുടെ പ്രഥമ മെത്രാനായി നിയോഗിക്കപ്പെട്ടത് മാർ സെബാസ്റ്റ്യൻ പൊഴൂലിപ്പറമ്പിൽ പിതാവാണ്. ആ രൂപതയ്ക്കും അഭിവന്യ പിതാവിനും സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ ഉത്തരവാദിത്വമാണ് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മാർത്തോമാ ശ്ലീഹ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്ന രൂപതയാണ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടു കൂടിയാണ് തോമാസ് ശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ച ചിന്നമലയും
പെരിയമലയും മൈലാപ്പൂരും അടങ്ങുന്ന ചെന്നൈ മിഷൻ ഏറ്റെടുത്ത് നടത്തുക എന്നത്. അഭിമന്യ ജെയിംസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ മിഷൻ 34 വർഷത്തോളം ഇരിങ്ങാലക്കുട രൂപത തൻ്റെ സ്വന്തമായിട്ട് കരുതുകയും രൂപതയുടെ ആളും അർത്ഥവും നൽകി ആ മിഷനെ വളർത്തുകയും ചെയ്തു. അങ്ങനെ 34 വർഷത്തിന് ശേഷം ആ മിഷൻ ഇന്ന് ഒരു രൂപതയായിട്ട് വളർന്നു. ഹൊസൂർ രൂപത എന്ന പേരിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ അജപാലന ശുശ്രൂഷ, അതോടൊപ്പം തന്നെ അജപാലന നേതൃത്വം ഇന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് രൂപത വളർത്തിയ മിഷൻ ഇന്ന് മറ്റൊരു സ്വതന്ത്ര രൂപതയായിട്ട് വളർന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രൂപതയിലെ വൈദികരിൽ 25ഓളം പേര് ഇന്ന് ഹൊസൂർ രൂപതയിൽ അജപാലന ശുശ്രൂഷയിൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട രൂപതയുടെ മുഖ്യ വികാരി ജനറലായിരുന്ന മോൺസിഞ്ഞോർ ജോബി പള്ളിപ്പറമ്പച്ചനാണ് മെത്രാനായിട്ട് നിയമിക്കപ്പെട്ടതും ഇപ്പോഴത്തെ രൂപതാധ്യക്ഷനായിട്ടുള്ള മാർ സെബാസ്റ്റ്യൻ പള്ളിപ്പറമ്പിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മേലധ്യക്ഷൻ. സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ഹൊസൂർ രൂപത ഏറെ പ്രധാനപ്പെട്ടതെങ്കിലും ഏറ്റവും പുതിയതായി രൂപം കൊണ്ടതായതിനാൽ തന്നെ ഈ രൂപതയ്ക്ക് പരിമിതികളേറെയുണ്ട്. സാമ്പത്തികമായും ആൾബലം കൊണ്ടും ഒട്ടേറെ അപര്യാപ്തതകളുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വളർച്ചയുടെ പാതയിലാണ് ഹൊസൂർ രൂപത. ദൈവത്തിലും ദൈവജനത്തിലും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടു നീങ്ങുന്ന ഒരു രൂപതയാണ് ഹൊസൂർ രൂപത. സ്വന്തമായി ഒന്നുമില്ല എങ്കിലും ദൈവത്തെ മാത്രം സ്വന്തമാക്കിക്കൊണ്ട് ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറായിരിക്കുന്ന അഭിമന്യ പിതാവും വൈദികരുമാണ് ഹൊസൂർ രൂപതയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. 1983 മദ്രാസ് മിഷൻ അഭിമന്യ പിതാവ് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങൾ അന്ന് മൈനർ സെമിനാരിയിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ്. അന്നു മുതൽ ചെന്നൈ മിഷൻ്റെ വളർച്ചയെ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന വ്യക്തിയായിരുന്നു ഞാൻ. കഴിഞ്ഞ 12 വർഷത്തെ ചെന്നൈ മിഷനിലെ അനുഭവങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അജപാലന ശുശ്രൂഷയിലും ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. രൂപത വന്നതിന് ശേഷം ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങുന്നതാണ്. ദൈവജനത്തെ വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്ന് ഈ രൂപത ശക്തി പ്രാപിക്കണം. സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഊന്നിക്കൊണ്ട് എല്ലാ പ്രവാസികൾക്കും തോമാസ് സ്ലീഹായിലൂടെ ലഭിച്ച വിശ്വാസ പൈതൃകം സ്വീകരിക്കാനും ജീവിക്കാനുള്ള അവസരമൊരുക്കണം. പള്ളികളുണ്ടാകണം, പള്ളിക്കൂടങ്ങളുണ്ടാകണം, ആതുര ശുശ്രൂഷാലയങ്ങളുണ്ടാകണം, വേദപാഠം പഠിക്കാൻ അവസരം ഉണ്ടാകണം. ഇന്ന് കത്തോലിക്ക സഭ എന്താണ്, പ്രൊട്ടസ്റ്റന്റ് സഭ എന്താണ് തിരിച്ചറിവില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവരോട് വൈകിട്ട് 7 മണിക്ക് പ്രാർത്ഥനയ്ക്കും മീറ്റിങ്ങിന് വരണമെന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ വീട്ടമ്മ അവസാനം കുറേ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, പിതാവേ, ഞാൻ തുറന്നു പറയാണ്, രാവിലെ എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾ അസംബ്ലി ഓഫ് ഗോഡിൽ കുർബാനയ്ക്ക് പോകും, വൈകിട്ട് നമ്മുടെ കത്തോലിക്ക പള്ളിയിലും കുർബാനയ്ക്ക് പോകും. എന്താണ് അസംബ്ലി ഓഫ് ഗോഡ്, എന്താണ് പ്രൊട്ടസ്റ്റന്റ് സഭ, എന്താണ് കത്തോലിക്ക സഭ, ഇതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അത് വലിയൊരു ദൗത്യമായിട്ടാണ് ഞാൻ ഈ ആരംഭവേളയിൽ കാണുക.
കേരളത്തിൽ ഉത്ഭവിച്ച ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്മുറക്കാരായ സീറോ മലബാർ ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ് മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പാരമ്പര്യം. ആഗോള കത്തോലിക്ക സമൂഹത്തിലെ 23 വ്യക്തിസഭകളിൽ സുപ്രധാനമായ ഒന്ന് എന്ന നിലയിൽ ആ പാരമ്പര്യവും വിശ്വാസ സാക്ഷ്യവും ലോകത്തോട് പ്രഘോഷിക്കുവാനുള്ള കടമ ഈ സഭാ സമൂഹത്തിനുണ്ട്. 2000 വർഷത്തെ വളർച്ചയുടെ പാതയിൽ 2017 ചെന്നൈ ഉൾപ്പെടുന്ന പുതിയ ഒരു രൂപത സ്ഥാപിതമായത് അഭിമാനകരമാണ്. സീറോ മലബാർ സഭയുടെ തനതായ വിശ്വാസ പാരമ്പര്യവും ചരിത്രവും കൂടുതൽ തീക്ഷ്ണതയോടെ പഠനവിധേയമാക്കാനും ഒപ്പം കത്തോലിക്ക സഭയുടെ ഐക്യത്തെ കൂടുതൽ വിലമതിച്ചുകൊണ്ട് ഒരുമയോടെ വിശ്വാസ വഴിയിൽ മുന്നേറുവാനും ഈ അവസരം ഇടയാക്കണമെന്ന് രൂപതാധ്യക്ഷൻ ഉദ്ബോധിപ്പിക്കുന്നു. പലപ്പോഴും തെറ്റിദ്ധാരണ വെളിച്ചത്തിലാണ് റീത്തുകൾ തമ്മിലൊക്കെ താഴ്ന്ന തലങ്ങളിൽ, ബിഷപ്സിൻ്റെ തലത്തിലോ വൈദികരുടെ തലത്തിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ അൽമായയുടെ തലത്തിൽ വേണ്ടത്ര 23 സഭകൾ ചേർന്നതാണ്, വ്യക്തിഗത സഭകൾ ചേർന്നതാണ് കത്തോലിക്ക സഭ എന്ന തിരിച്ചറിവില്ലാത്ത ഭൂരിഭാഗം കത്തോലിക്കർ ഉൾക്കൊള്ളുന്ന ഒരു സഭയാണ് കത്തോലിക്ക സഭ. നല്ലൊരു ശതമാനം ആളുകൾക്കും ഞാൻ നമ്മുടെ രൂപത ആരംഭിച്ച ദിവസം മുതൽ വീട് വീടാന്തരം കയറിറങ്ങുന്ന ഒരു രീതിയാണ്. ഓരോ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ ഉച്ച മുതൽ വൈകിട്ട് 7 മണി വരെ ഒരു 25-30 വീടുകളിൽ കയറി ഇറങ്ങും. ഇവിടെ അത്ര എളുപ്പമല്ല, നിങ്ങൾക്കറിയാം. 500 കിലോമീറ്റർ നീളമുണ്ട് ഈ രൂപതയ്ക്ക്. അങ്ങനെ കയറി ഇറങ്ങിയിട്ട് വൈകിട്ട് 7 മണിക്ക് ഞങ്ങൾ ആ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടും. ഒരുമിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥ്യം അയച്ചുകൊണ്ട് ജപമാല ചൊല്ലും. അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയം സീറോ മലബാർ സഭയെക്കുറിച്ച്, കത്തോലിക്ക സഭയെക്കുറിച്ച്, ഹോസൂർ രൂപതയെക്കുറിച്ചുള്ള സ്റ്റഡി ക്ലാസ്സാണ്. ആ ക്ലാസ് കൊടുക്കുന്ന അവസരത്തിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു, ഇതുവരെ 2000-ഓളം വീടുകൾ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. 99% ആളുകൾക്കും കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ 23 വ്യക്തിഗത സഭകളെ ചേർത്ത് പറയുന്ന പേരാണെന്നും അങ്ങനെ വ്യക്തിഗത സഭകൾ അല്ലെങ്കിൽ റീത്തുകൾ ഇതിനെക്കുറിച്ചുള്ള അറിവ് അല്പം പോലും ഇല്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അപ്പം അതുകൊണ്ട് സഭയെക്കുറിച്ച്, നാം ആയിരിക്കുന്ന സഭയെക്കുറിച്ച് വ്യക്തമായുള്ള പഠനം കൊടുക്കലാണ് ഹോസൂർ രൂപതയുടെ ആദ്യത്തെ ലക്ഷ്യമെന്ന് ഞാൻ എളിമയോടെ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. ഒരു വിശാല ദേശത്ത് പതിറ്റാണ്ടുകളായി ചിതറിക്കിടക്കുന്ന ഒരു സമൂഹത്തെ ഒരുമിച്ചു കൂട്ടുക എന്ന ദൗത്യമാണ് ഹൊസൂർ രൂപതയുടെ ഇടയനും സഹശുശ്രൂഷകർക്കുമുള്ളത്. മാർത്തോമാ ശ്ലീഹായുടെ പ്രേഷിത ദൗത്യത്തിന് ജീവിക്കുന്ന സാക്ഷ്യമായി മാറുകയാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഏറെ കഠിനാധ്വാനം ആവശ്യമായ ഒരു ദൗത്യമാണ് ഇത് എന്ന് അവർ തിരിച്ചറിയുന്നു. കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അജപാലനപരമായ, കുടുംബ കേന്ദ്രീകൃതമായ അജപാലന ശുശ്രൂഷയ്ക്കാണ്. കുടുംബങ്ങളിൽ ചെന്ന് അവരെ കാണുവാൻ, അവർക്ക് വേണ്ടത് അങ്ങോട്ട് ചെന്ന് ചെയ്തു കൊടുക്കുവാൻ ഒത്തൊരുമിച്ച് നിൽക്കുന്ന 30ഓളം വൈദികരും അഭിമന്യ പിതാവുമാണ് ഈ രൂപതയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഞങ്ങളുടെ പ്രഥമമായ ലക്ഷ്യം ജനത്തിന് എന്ത് ആവശ്യമുണ്ട് എന്ന് അങ്ങോട്ട് ചെന്ന് അറിയുവാനും അത് അങ്ങോട്ട് ചെന്ന് നിർവഹിച്ചു കൊടുക്കുവാനും ശ്രമിക്കുന്ന ഒരു രീതിയാണ്. ജനം എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ള ഒരു കർമ്മ രീതിയല്ല ഞങ്ങളുടേത്. ജനത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അവരെ കണ്ടെത്തുവാൻ, അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരുവാൻ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുവാൻ, വ്യക്തമായ ബോധ്യത്തോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒത്തൊരുമിച്ച് കൂടുന്ന വൈദികരാണ് ഈ രൂപതയിലുള്ളത്. എല്ലാ ബുധനാഴ്ചകളിലും ഞങ്ങൾ എല്ലാ വൈദികരും ഇവിടെ രൂപത ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിച്ച് പരസ്പരം ഞങ്ങളുടെ ആശയങ്ങൾ കൈമാറി ചർച്ചകൾ ചെയ്ത് ഓരോ ആഴ്ചത്തേക്കും വേണ്ട കാര്യങ്ങൾ പരസ്പരം ആലോചിച്ച് ഒത്തൊരുമയോടുകൂടെ വൈദിക കൂട്ടായ്മ മുന്നോട്ട് പോകുന്നു. അതാണ് രൂപതയുടെ ഏറ്റവും വലിയ കരുത്ത്. അതിന് ശക്തമായ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് അഭിമന്യ പിതാവ്. പിതാവ് എപ്പോഴും കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട് വൈദികരും ഒക്കെ അതേ ശൈലിയിൽ കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കുവാനും കുടുംബത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ വളർത്തിയെടുക്കുവാനും ഏറ്റവും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു.
1983 ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷനായിരുന്ന പുണ്യചരിതനായ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവാണ് ചെന്നൈ മിഷന് ആരംഭം കുറിച്ചത്. തമിഴ്നാട്ടിലെ 9 ജില്ലകൾ ഉൾപ്പെടുന്ന വിശാലമായ ഒരു രൂപതയാണ് ഹൊസൂർ രൂപത. 1960 മുതൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ സീറോ മലബാർ സഭാംഗങ്ങളാണ് പ്രാഥമികമായി ഈ രൂപതയിലെ അംഗങ്ങൾ. അത്തരം അനേകരുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു രൂപത ലഭിക്കുക എന്നുള്ളത്. ഇന്ന് ഈ വിശാല ഭൂമിയിൽ ചിതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസി കുടുംബങ്ങളെ കണ്ടെത്തുകയാണ് ഇവരുടെ പ്രധാന ദൗത്യം. ഇവിടെ ഞങ്ങളുടെ അടിസ്ഥാനപരമായ ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു തരം തെരച്ചിൽ സ്പിരിച്വാലിറ്റിയാണ്. സീറോ മലബാർ കുടുംബങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുകയും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി. എല്ലാവരും പള്ളിയിലേക്ക് കൊണ്ടുവരിക എളുപ്പമല്ല. അതുകൊണ്ട് കുടുംബങ്ങളെ ചെറിയ ചെറിയ വാർഡുകളായി തിരിച്ച്, വാർഡുകൾ 2-3 ചേർന്ന് കുടുംബ കൂട്ടായ്മകൾ രൂപീകരിച്ച്, അങ്ങനെ ഏതാനും കുടുംബ കൂട്ടായ്മകളെ ഒരുമിച്ച് ചേർത്ത് ഒരു ഇടവക രൂപീകരിക്കുന്നു. ഇനിയും എല്ലാ കുടുംബങ്ങൾക്കും ദേവാലയത്തിൽ വന്ന് ആധ്യാത്മികമായ ശുശ്രൂഷകൾ ലഭിക്കുക എന്നത് എളുപ്പമല്ല. ഒരുപാട് ദൂരങ്ങളിലാണ് പള്ളികൾ പലതും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ കൂട്ടായ്മകളിലൂടെ അജപാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുക എന്നൊരു ശൈലിയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ മാസവും ഒരുമിച്ച് കൂടുന്ന കുടുംബ കൂട്ടായ്മകൾ, ഓരോ വാർഡിൻ്റെയും ആനിമേറ്റേഴ്സ് 2 ആഴ്ച കൂടുമ്പോൾ തന്നെയെങ്കിലും കുടുംബങ്ങളിലേക്ക് ചെന്ന് അവരെ ക്ഷേമം അന്വേഷിക്കുന്ന രീതി. അങ്ങനെ വാർഡുകളിലൂടെ, കുടുംബ കൂട്ടായ്മകളിലൂടെ, ഇടവകയിലൂടെ, രൂപത അധ്യക്ഷനിലൂടെ എപ്പോഴും കുടുംബങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അജപാന ശുശ്രൂഷ രീതിയാണ് ഹൊസൂർ രൂപത അവലംബിച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. 25 ഇടവകകളിലായി ഏകദേശം 2500ഓളം കുടുംബങ്ങൾ ഈ ആധ്യാത്മിക അജപാലന ശുശ്രൂഷ ഏറ്റുവാങ്ങുന്നു. ഇനിയും ഏറെ കുടുംബങ്ങളെ കണ്ടെത്താനുണ്ട്. അച്ഛന്മാരുടെ ദൗർലഭ്യം ഞങ്ങൾക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ മൈനർ സെമിനാരിക്ക് രൂപം കൊടുത്തു, പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യ ബാച്ചിനെ എടുത്തു. ഇപ്പോൾ സെമിനാരിയിലായിട്ട് മേജർ സെമിനാരിലും മൈനർ സെമിനാരിലും റീജൻസിയിലും കോളേജിലുമായിട്ട് 14 ബ്രദേഴ്സ് രൂപീകരണ പ്രക്രിയയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ വൈദികരാകുമ്പോഴാണ് വൈദികര ദൗർലഭ്യം പൂർണ്ണമായും മാറുകയുള്ളൂ. കുറേം കൂടി മെച്ചപ്പെട്ട ഒരു അജപാലന ശുശ്രൂഷ അപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ ബോധ്യം. ഹൊസൂർ രൂപത ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് കൃത്യം 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചെന്നൈ മിഷന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവിടെ എത്തിച്ചേരുകയും തുടർന്നുള്ള 9 വർഷം അവിടെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തയാളാണ് പിന്നീട് രൂപതാധ്യക്ഷനായി മാറിയ പൊഴോലിപ്പറമ്പിൽ പിതാവ്. രൂപതയ്ക്കടിത്തറയിടുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒരു തികഞ്ഞ ആത്മീയനും കഠിനാധ്വാനിയുമായ അദ്ദേഹത്തിന്റെ നേതൃത്വം എല്ലാ ശുശ്രൂഷകർക്കും ആവേശം പകരുന്നു. രൂപതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അഭിമന്യ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ പിതാവ് കുടുംബങ്ങളുടെ പിതാവാണ്. എല്ലാ ദിവസവും വീടുകളിലേക്ക് പോയി കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ കണ്ട് അവരെ ക്ഷേമം അന്വേഷിച്ച് അവരുടെ ആധ്യാത്മിക അജപാലന ശുശ്രൂഷയിൽ പങ്കാളിയായിക്കൊണ്ട് മുന്നേറുന്ന പിതാവാണ്. പിതാവിൻ്റെ ഭാഷ്യത്തിൽ ഒരു ദിവസം 5 വീടെങ്കിലും സന്ദർശിച്ചില്ല എങ്കിൽ അത് ചാവുദോഷമായിരിക്കും. 10 കുടുംബങ്ങളിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ അത് പാപദോഷമായിരിക്കും. ചുരുങ്ങിയത് 15 വീടെങ്കിലും ഒരു ദിവസം സന്ദർശിച്ചിരിക്കണം. അങ്ങനെ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് കുടുംബങ്ങളൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അഭിമന്യ പിതാവ് തൻ്റെ ജീവിതം മുഴുവനും ആധ്യാത്മികമായ രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന പിതാവ് പിന്നെയുള്ള സമയം കുടുംബ സന്ദർശനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. സീറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യമനുസരിച്ച് മെത്രാൻ എന്ന സ്ഥാനം ആധ്യാത്മിക ഉപദേഷ്ടാവ്, ആധ്യാത്മിക നിയന്താവ് എന്ന ഒരു
രീതിയാണ് നമുക്ക് ഉള്ളത്. അതേ പാരമ്പര്യമാണ് അഭിമന്യ പിതാവ് തുടരുന്നത്. പ്രാർത്ഥനയ്ക്ക്, കുടുംബ സന്ദർശനത്തിന്, ദൈവജനത്തിൻ്റെ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് വേണ്ടി ഇതാണ് പിതാവിൻ്റെ മുഖ്യമായ ലക്ഷ്യം. രൂപതയുടെ മറ്റ് ഭരണവും കാര്യങ്ങളും ഒക്കെ വികാരി ജനറൽമാരെയും അച്ഛന്മാരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ അവർക്കും കൈമാറിയിരിക്കുന്നു. എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വത്തോടെ രൂപത വളരെ ഭംഗിയായി മുന്നേറുകയാണ് ഇപ്പോൾ. പിതാവിന് എനിക്ക് 97 മുതൽ അറിയാം. പിതാവ് ആ കാലഘട്ടങ്ങളിൽ ഇവിടെ വന്ന സമയത്ത് 97 തൊട്ട് 2006 വരെ പിതാവ് ഇവിടെ അച്ഛനായിരുന്നു. ആ സമയത്ത് പിതാവ് എല്ലാ ഭവനങ്ങളിലേക്കും ചെന്ന് കടന്നു ചെന്ന് സന്ദർശനം നടത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ മിഷൻ അന്ന് നല്ലവണ്ണം വളർന്നത്. അതിനുശേഷം പിതാവ് ഇപ്പോൾ ഇവിടെ വന്നു. പിതാവിൻ്റെ ആ സ്നേഹവും പ്രാർത്ഥനയും സാമീപ്യവും ഇവിടെയുള്ള എല്ലാവരും നല്ലവണ്ണം സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. പിതാവ് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു ഈശോ വന്നൊരു ഫീലിംഗ് ആണ് എല്ലാവർക്കും വീട്ടിൽ വന്നാൽ തന്നെ. അതുപോലെ രോഗി സന്ദർശനം, എവിടെ ഏത് വീട്ടിലും രോഗമുണ്ടെന്ന് കണ്ടാൽ പിതാവ് അവിടെ ചെല്ലാൻ പിതാവിന് യാതൊരു മടിയുമില്ല. അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സമാധാനവും സന്തോഷവും കൊടുക്കാനായിട്ട് പിതാവിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ആത്മസുഹൃത്തിൻ്റെ വൈഫ് മരിച്ചു. 2003 പുള്ളിക്കാരത്തി ക്യാൻസറായിരുന്നു. പുള്ളിക്കാരത്തി മരിക്കാൻ വേണ്ടി ഒരുക്കുകയും ചെയ്തു. രാത്രി 1 മണിക്കാണ് മരിച്ചത്. പിതാവ് എന്നെ വിളിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പോയി രാത്രി തന്നെ ബോഡി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് പിതാവാണ് എല്ലാ കാര്യവും നടത്തിയത്. പിതാവിന് അങ്ങനത്തെ ഒരു കുടുംബങ്ങളുമായിട്ടുള്ള അത്ര ഒരു ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് തന്നെ ഏറ്റവും ഹൊസുരൂപത്തേക്ക് യോജിച്ച വ്യക്തി എന്ന് തന്നെ പറയാം നമ്മുടെ സെബാസ്റ്റ്യൻ പിതാവ്. മാർത്തോമാ ശ്ലീഹായുടെ നിണം വീണ മണ്ണിൽ മാർത്തോമായുടെ മക്കൾ പ്രേഷിത ദൗത്യം ആരംഭിച്ചിട്ട് 4 പതിറ്റാണ്ടുകളോടടുക്കുന്നു. ചിതറിക്കിടക്കുന്ന ഒരു വലിയ വിശ്വാസി സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുകയും ശക്തമായ സാക്ഷ്യം നൽകി ലോകത്തെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയുമാണ് ഈ പ്രേഷിതരുടെ ദൗത്യം. അഭിമന്യ പൊഴോലിപ്പറമ്പിൽ പിതാവിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ഈ ശുശ്രൂഷകർ തങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു.